ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. വേറെ ഒന്നുമല്ല, നമുക്ക് 100K സബ്സ്ക്രൈബേഴ്സ് അതിൻ്റെ പേരിൽ യൂട്യൂബിൽ നിന്ന് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് നമുക്ക് ഒരുമിച്ച് ഇത് അൺബോക്സ് ചെയ്യാമെന്ന്. എല്ലാ യൂട്യൂബേഴ്സിനെയും പോലെ തന്നെ എനിക്കും എൻ്റെ ഒരു സ്വപ്നം തന്നെയായിരുന്നു ഒരു സിൽവർ പ്ലേ ബട്ടൺ എന്നുള്ളത്. ഒരു 50 അല്ലെങ്കിൽ 60K സബ്സ്ക്രൈബേഴ്സൊക്കെ ആയപ്പോൾ തൊട്ടിങ്ങനെ ഓർക്കുമായിരുന്നു 1 lakh ആകുമ്പോഴേക്കും പ്ലേ ബട്ടൺ കിട്ടുമല്ലോ എന്നൊക്കെ. ഒത്തിരി യൂട്യൂബേഴ്സിൻ്റെ അൺബോക്സിങ് വീഡിയോസൊക്കെ കാണുമ്പോൾ ഓർക്കുമായിരുന്നു ഇതെങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഉരുക്കിയാൽ സിൽവർ കൊണ്ട് മാല പണിയാവോ എന്നൊക്കെ ഓർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് പെട്ടെന്ന് നമ്മളുടെ കയ്യിലേക്ക് കിട്ടുമ്പം ഭയങ്കര സന്തോഷമായിരുന്നു. അതിനേക്കാളൊക്കെ ആയിട്ടും എല്ലാവരോടും ഒത്തിരി താങ്ക്സ്. കാരണം ഈ 1,00,000 പേര് 1,00,000 പേര് വന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്കിപ്പോൾ ഈ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും ഒത്തിരി താങ്ക്സ്. പിന്നെ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ വീട്ടിൽ ലഡു ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് അൺബോക്സ് ചെയ്യാം. ഇഷ്ടംപോലെ അൺബോക്സിങ് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനും കണ്ടിട്ടുണ്ട്. എന്നാലും നമ്മളുടെ ചാനലിൽ കിട്ടിയതല്ലേ, അപ്പം അതുകൊണ്ട് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു ബ്ലാക്ക് കാർഡ്ബോർഡ് ബോക്സിലാണ് വരുന്നത്. നന്നായിട്ട് ഒട്ടിച്ച് സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചിട്ട് നല്ല സെക്യൂറായിട്ട് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഇതിങ്ങനെ തുറക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ബ്ലാക്ക് സ്പോഞ്ചിൻ്റെ ഒരു സംഭവം ഉണ്ടാവും. ഇത് തുറന്നു കഴിയുമ്പം ഇതിനകത്ത് ഇത് കണ്ടില്ലേ, ഇതുപോലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ 1 lakh ആയതിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. അതിൻ്റെ താഴെയായിട്ടാണ് നമ്മൾക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിൽ ഇതുപോലെ റാപ്പ് ചെയ്തിട്ട് സിൽവർ പ്ലേ ബട്ടൺ ഇരിക്കുന്നത്. ഇതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും പ്രസൻറ്റഡ് ബൈ പാഷൻ ഇൻ ഫാഷൻ ഫോർ പാസിങ് 1 lakh സബ്സ്ക്രൈബേഴ്സ് എന്ന്. ഇത് അത്യാവശ്യം നല്ല കനമുണ്ട് കേട്ടോ, ഞാൻ വിചാരിച്ചേക്കാളും ഒക്കെ. കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷമായി. ഇനിയും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നിങ്ങളെ. കണ്ടില്ലേ, ഇതാണ് സിൽവർ പ്ലേ ബട്ടൺ. അതിൻ്റെ ഒരു സന്തോഷത്തിൽ ലഡു ഉണ്ടാക്കിയായിരുന്നു. അപ്പം അതും കൂടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് കുറച്ച് സാധനങ്ങൾ മാത്രം മതി. ആദ്യം വേണ്ടത് ഒരു ഗ്ലാസ് കടലമാവാണ്. ഈ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ സെയിം അളവിൽ ഒരു ഗ്ലാസ് പഞ്ചസാര എടുക്കണം. പിന്നെ നമുക്കൊരു പിഞ്ച് സോഡാപ്പൊടി അല്ലെങ്കിൽ അപ്പക്കാരം വേണം. പിന്നെ കണ്ടില്ലേ, റേസിൻസ് വേണം, അതുപോലെ ഏലക്കായും വേണം. ഈ ഏലക്ക ചതച്ചിട്ടേക്കുന്നതാണ് കേട്ടോ. പിന്നെ ലഡു ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കളറും കൂടെ വേണം. നിങ്ങൾക്ക് കളർ ഇടാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ടാലും മതി. പിന്നെ നമുക്കൊരു 2 സ്പൂൺ കൽക്കണ്ടം പൊടിച്ചത് വേണം, ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തത് വേണം. പിന്നെ ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ടൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം വേണം. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ കടലമാവ് ഒരു അരിപ്പയിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുക്കാം. ഈ കട്ടകളൊക്കെ ഒന്ന് പോയിട്ട് നന്നായിട്ട് ഒന്ന് അരിച്ചെടുത്താൽ മതി. നന്നായിട്ട് അരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ച സോഡാപ്പൊടി നമുക്കിതിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് വെച്ചില്ലായിരുന്നോ, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാം. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി ആക്കിയെടുക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ഡ്രോപ്പാണ് കളർ ചേർക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ കളർ നിങ്ങൾക്ക് വേണ്ടത് അത്രയും കളർ ചേർത്ത് കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആക്കിയെടുക്കാം.
ഇനിയിപ്പോൾ നമുക്കൊരു ഫ്രൈങ് പാൻ എടുത്തിട്ട് അതിലേക്ക് എണ്ണ വെച്ചിട്ട് നന്നായിട്ട് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കാം. അതിനുശേഷം നമ്മളുടെ കയ്യിലുള്ള അരിപ്പത്തവിയില്ലേ, ചെറിയ ചെറിയ ഹോളുള്ള ഈ തവി ഇതുപോലെ വെച്ചിട്ട് നമ്മളെടുത്ത ആ ബാറ്റർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. പൊക്കൊന്നും വേണ്ട കേട്ടോ, ഞാനിപ്പോൾ അറിയാതെ പൊക്കിയതാണ്. പൊക്കിയാലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അനക്കൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ പിടിച്ചൊഴിച്ചാൽ മതി. അപ്പം ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഇതിങ്ങനെ താഴത്തേക്ക് വീഴും. ഇതിന് ബൂന്തി എന്നാട്ടോ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഇതിന് നന്നായി എണ്ണയിൽ കിടന്ന് നല്ല ഒരു ക്രിസ്പി ആയിട്ട് വരണം. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം അത്യാവശ്യം ഈ സംഭവം കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്രിസ്പി ആയിട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനത്തെ സംഭവം വെച്ചിട്ട് ഇതൊന്ന് ഇതുപോലെ വാരിയെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഒരു പാത്രത്തിൻ്റെ മേലെ ഓയിൽ പേപ്പർ വെച്ചിട്ട് ഇതിടുവാണെങ്കിൽ നമുക്ക് ആ ഓയിലൊക്കെ ഒന്ന് എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പം നമുക്കിതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 10 എണ്ണത്തിനുള്ള അളവായിരുന്നു കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം, നേരത്തെ എടുത്തു വെച്ച്. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഏലക്ക ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബൂന്തി നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം മിക്സിയിലിട്ട്. നിങ്ങൾക്ക് എത്രയാണോ ആ ഒരു പരുവം വേണ്ടത് ആ ഒരു രീതിയിൽ ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പം ഇത്രയും ഒരു ഇതിലാണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്കിത് തീയിലേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് കുറച്ച് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പാനിയായിട്ട് വരണം. 1 സ്റ്റിങ് ആവുന്നതിന് തൊട്ട് മുന്നേ നമ്മളിത് എടുക്കണം. നമ്മളുടെ കയ്യിൽ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒട്ടി വരുന്ന ആ ഒരു കൺസിസ്റ്റൻസി മതി. അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് ഇതൊരു മണിക്കൂറൊക്കെ ഇതുപോലെ തന്നെ വെക്കണം. പിന്നെ ഇതിൽ നിന്നൊരു കുറച്ച് ഭാഗം എടുത്തിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് മുഴുവനോടെ വേണമെങ്കിൽ അങ്ങനെയും ഇടാം. ചെറിയ ചെറിയ ഉണ്ടകൾ ലഡുവിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചൊക്കെ അത്ര കുറച്ച് മതി എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി കുറച്ചൊരു ഭാഗം. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മളുടെ റൈസിൻസ് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം, ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മളുടെ ഫ്രൈ ചെയ്ത റൈസിൻസ് നമുക്ക് ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളുടെ നേരത്തെ ബൂന്തി ഉണ്ടാക്കിയില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത കൽക്കണ്ടവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഇത് ഉരുട്ടിയെടുക്കാം. അത്രയേ ഉള്ളൂ, നമ്മുടെ ലഡു റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി വേറെ വീഡിയോയിൽ കാണാം.